ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് പരാതിയുമായി ചെന്നിരിക്കുകയാണ് ഗോപാലൻ. നിൻ്റെ അനിയത്തിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ മഞ്ജു അറിഞ്ഞുകൊണ്ട് തന്നെ ഗോപാലൻ്റെ മുന്നിൽ കളിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കതിന് വല്ല തെളിവുകളും ഉണ്ടോ? എൻ്റെ അനിയത്തിയാണ് ഇത് ചെയ്തു കൂട്ടുന്നത്, ഇത് രണ്ട് പഞ്ചാബി പുരുഷന്മാരാണല്ലോ കാണുന്നത്, വോയിസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് വെറുതെ സമയം മെനക്കെടുത്താതെ ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്നും പറയുമ്പോൾ ഗോപാലൻ വെറുതെ വിടില്ല കേട്ടോ. ഗോപാലൻ്റെ അടുത്ത വാക്ക് ഐശ്വര്യ മേമന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഏട്ടത്തി അനിയത്തി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്കിട്ട് പണിയാണ്, നിൻ്റെ അറിവോട് കൂടിയിട്ടാണ് അവൾ ജയിലിൽ ചാടിയത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ദേ ചക്ക, വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ കാരണക്കുറ്റി നോക്കി അടിച്ചു പൊട്ടിക്കാനും ഞാൻ മടിക്കത്തില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് ഇവിടെ തടസ്സമുണ്ടാക്കാതെ എന്നും പറഞ്ഞ് മഞ്ജു അങ്ങ് ആട്ടി ഓടിക്കുന്നു കേട്ടോ. ഇതേ സമയം ഐശ്വര്യയുടെ അടുത്തോട്ട് നേരെ പോവാണ്. അങ്ങനെ ഐശ്വര്യയോട് കാര്യങ്ങളൊക്കെ ഗോപാലനും സഞ്ജയ് കൂടി പറയാണ്. ഇത് ഏട്ടത്തി അനിയത്തി ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന പരിപാടിയാണ്, അവർ മനഃപൂർവ്വം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആക്രമിച്ചിരിക്കുന്ന ഇതാ കണ്ടോ വീഡിയോ എന്ന് പറഞ്ഞ ഉടനെ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മഹിമയാണെന്ന് ഐശ്വര്യക്ക് മനസ്സിലായിട്ടോ. എങ്കിലും കൂടി ഐശ്വര്യ നല്ലൊരു പെൺകുട്ടിയാണ്. മഹിമയും മഞ്ജുവും അവർ നേരിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിൽക്കണമെന്നുള്ള ആ ഒരു നിലപാട് ഐശ്വര്യ എടുക്കുകയാണ്. അങ്ങനെ ഐശ്വര്യ പറയാണ്, ഇത് പഞ്ചാബി പുരുഷന്മാരാണ്, അല്ലാതെ കണ്ട് മഹിമയും കൊഹിമയും ഒന്നുമല്ല. ഈ പറയുന്നത് പോലെ വല്ല വോയിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവളെ തിരഞ്ഞു കണ്ടുപിടിക്കാം. അത് കേട്ടോടെ തന്നെ സഞ്ജയ് പറയാണ്, എത്ര കാലമായി അവൾ ജയിലിൽ ചാടി, നിങ്ങൾ എന്ത് കേരള പോലീസാണ്? കേരള പോലീസിന് തന്നെ അഭിമാനമുണ്ടാക്കാനല്ല അപമാനമുണ്ടാക്കാനാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ദേ ചെറുക്ക, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട, നീ വെറുതെ എൻ്റെ അടുത്ത് കേസുമായി വന്നിട്ട് അടി വാങ്ങിപ്പോണ്ട എന്ന് പറയുമ്പോൾ ഗോപാലൻ തൻ്റെ മകനെയും കൊണ്ട് പോവാണ് കേട്ടോ. പിന്നീട് ഐശ്വര്യ ദേഷ്യത്തോടു കൂടി മഞ്ജുവിനെ വിളിക്കുകയാണ്. അതെ, നിൻ്റെ അനിയത്തി എന്തിനുള്ള പുറപ്പാടാണ്? ജനങ്ങളെ മുഴുവൻ കടന്നാക്രമിക്കാനാണോ പോലീസിൻ്റെ ഈ പരിപാടി? നിൻ്റെ അനിയത്തി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും മഞ്ജു ഞങ്ങൾ എന്തെങ്കിലും ഒരു തിരിച്ചടി അവൾക്ക് കൊടുത്തിരിക്കും എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സമാധാനം പോയിട്ടോ. ഓരോരുത്തരായി ഇങ്ങനെ കുറ്റപ്പെടുത്തി തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ തനിക്കത് വേദനയായി മാറുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അവളെ കണ്ടെത്തണം. അവൾ ഇറങ്ങുന്ന സമയം രാത്രി കാലങ്ങളിലാണ്, തീർച്ചയായും നമുക്ക് രാത്രി കാലങ്ങളിൽ അവളെ കണ്ടെത്താൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അരവിന്ദാക്ഷനെയും ബിജുക്കുട്ടനെയൊക്കെ കൂട്ടിയിട്ട് അവർ രാത്രിയിൽ ഇറങ്ങാൻ കേട്ടോ. ഈ സമയം മഹിമയാണെങ്കിലോ ഇനി അടുത്ത ഒരു ഇര എന്ന് പറയുന്നത് തനിക്ക് എതിരെ തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായും അത് അവൻ തന്നെ, അതായത് അഭി തന്നെ. അങ്ങനെ മഹിമ അഭിയിലോട്ട് വിരൽ ചൂണ്ടിയിരിക്കുന്നു കേട്ടോ. അത് അഭി തന്നെ എന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. അങ്ങനെ ഇനി എന്തായാലും അവൻ തന്നെ ആയിരിക്കും ഇതിൽ കിടന്ന് കളിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും അവനെ കൈയോടെ പിടിക്കണം, അതിന് എന്താ മാർഗം എന്നാലോചിച്ച് അവരിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ മഹിമ അഭിയുടെ മുന്നിൽ വന്നു പെടുന്നത്. പിന്നീട് ഒന്നും നോക്കില്ല, മഹിമ അഭിയെ അങ്ങ് പിടിക്കുമ്പോഴേക്കും അവിടെ നിന്നും അഭി, നീ ഇങ്ങനെ വേഷം മാറി, എടി വെങ്കച്ചൻ നിനക്ക് എത്ര കാലം ഇങ്ങനെ നടക്കാൻ വയ്ക്കും? വേഷം മാറി എത്രയെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ നടക്കുക എന്തൊക്കെ പറഞ്ഞ് വളരെ മോശമായി കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ താൻ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? നീ എന്നെ സെല്ലിൽ കയറ്റിയിട്ട് നീ സുഖമായി ജീവിക്കാമെന്നോ? അപ്പം നീ എന്നെ കയറ്റിയതോ അതിൻ്റെ സുഖമൊന്നും അറിയണ്ടേ എന്നും പറഞ്ഞിട്ട് അഭി അവിടെ ചോദ്യം ചെയ്യണം കേട്ടോ. ആ സമയമാണ് പോലീസുകാർ അദ്ദേഹനെ വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ അഭി പറയണേ, നിന്നെ പിടിക്കാനാണ് പോലീസ്, എന്തായാലും നിന്നെ ഞങ്ങൾ പോലീസിന് എറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അവരങ്ങ് മഹിമയെ പിടിക്കുമ്പോഴേക്കും കമയുടെ ഗുണ്ടകൾ എത്തിയിട്ടോ. അങ്ങനെ മഹിമ അഭിയെ പെട്ടെന്ന് കഴുത്തിന് കത്തി വെക്കുകയാണ്. ഈ സമയം കത്തി അങ്ങ് വെക്കുന്നതിനോടുകൂടി മഞ്ജു ഓടി വരികയാണ്. മഹിമയെ, നീ വെറുതെ മനുഷ്യനെ മെനക്കെടുത്തേണ്ട. അത് കേട്ടോടെ തന്നെ അപ്പുറത്തുള്ളവർ പറയുന്നു, മഹിമയോ? അതെ, ഇത് മഹിമ തന്നെ. അപ്പോഴേക്കും അഭി പറയും, ഇത് മഹിമയാണെന്ന് അഭി ഉറക്കെ വിളിച്ച് പറയുന്നു കേട്ടോ. അങ്ങനെ മഞ്ജു മഹിമയുടെ അരികിലോട്ട് വരികയാണ്. മഹിമേ, നീ എന്തായാലും കീഴടങ്ങ്, നിന്നെ പിടിക്കണം, നിന്നെ പിടിച്ചില്ലെങ്കിൽ അത് മോളെ വലിയ ആപത്താണ്, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഞാനൊന്ന് പറയുന്നത് നീയൊന്ന് കേൾക്ക് എന്നൊക്കെ പറഞ്ഞു നോക്കൂ കേട്ടോ. പക്ഷേ മഹിമയല്ലേ ആള്, തൻ്റെ അടുത്തോട്ട് തൻ്റെ ചേച്ചി വരികയെന്ന് കാണുന്നതിനോടുകൂടി അഭി അങ്ങ് ഒരൊറ്റ തള്ള് തൻ്റെ ചേച്ചിയുടെ മുന്നിലോട്ട് കേട്ടോ. അതോടുകൂടി തൻ്റെ ചേച്ചി അവിടെ ചെന്ന് വീഴുമ്പോൾ അരവിന്ദാക്ഷനും ബിജുക്കുട്ടനും പിന്നീട് ഒന്നും നോക്കില്ല, അവർക്ക് പേടിയാവുകയാണ്, അവരുടെ ഉള്ളിൽ വലിയ ടെൻഷനാവുകയാണ്. ഈശ്വര, മഞ്ജു വീണിരിക്കുന്നു, അതും ഗർഭിണിയായ ഒരു പെണ്ണ് വീണ് കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാണ്, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് തന്നെ മഞ്ജു വീഴാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അരികിലോട്ട്, മഞ്ജു നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അഭിയും ഓടി രക്ഷപ്പെടുന്നു, മഹിമയും ഗുണ്ടകളും ഒക്കെ ഓടി രക്ഷപ്പെടുന്നു കേട്ടോ. അപ്പോഴേക്കും മഞ്ജു പറയണേ, എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല, അവളെവിടെ പോയി, അവളെവിടെ, മഹിമ എവിടെ എന്ന് പറയുമ്പോൾ അഭി എവിടെ, അവരൊന്നും
കാണുന്നില്ലല്ലോ. അപ്പോൾ അവർ അവിടെ പൊടി പോലും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ മഹിമയല്ലേ ആള്, അബിയുടെ പിറകെ തന്നെ പോവാണ്, അബിയെ കൈയോടെ പിടിക്കാണ് ഈ അക്കാമയുടെ ഗുണ്ടകൾ കേട്ടോ. അങ്ങനെ അക്കാമയുടെ ഗുണ്ടകൾ മഹിമയെ കൈയോടെ തന്നെ പിടിക്കുമ്പോൾ താൻ ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബിയെ കൊണ്ടുപോവാണ്. ഇതേ സമയം അബി പറയാണ്, നീ എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, നീ എന്തിനാ എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നത്, എന്നെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് നീ എന്തിനാ എന്നൊക്കെ അബി ചോദിക്കുന്നത് കേട്ടോ. മര്യാദക്ക് പറയടാ, എൻ്റെ സർജിക്കൽ നൈഫ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ നീ തന്നെ ആയിരിക്കും കളിച്ചിട്ടുണ്ടാവുക. എന്നോട് ഇത്രയും പ്രതികാരമുള്ള നിനക്കാണ്, വേറെ ആർക്കും എന്നോട് പ്രതികാരമില്ല. പിന്നീട് ഗോപാലനല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിൻ്റെ കൈകൾ എൻ്റെ സർജിക്കൽ നൈഫ് മോഷ്ടിക്കാൻ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ, അതിൻ്റെ സംശയമല്ലേ, ഞാൻ എടുത്തിട്ടില്ല എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത് കണ്ട ഉടനെ തന്നെ അബിക്ക് അപ്പോഴും ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ വിപിൻ മോൻ ഇപ്പുറത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ വിപിനോട് പറയുന്നുണ്ട്, മര്യാദക്ക് പറയടാ, അല്ല എങ്കിൽ കിട്ടാവുന്ന ശിക്ഷ എന്താ. അപ്പോൾ വിപിൻ പറയും, എനിക്കൊന്നും അറിയില്ല എന്ന് 1000 തവണ പറഞ്ഞു നോക്കൂ കേട്ടോ. പക്ഷെ ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കില്ല കേട്ടോ. അങ്ങനെ വീണ്ടും പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല. അപ്പോഴേക്കും അബിയുടെ വിരൽ ഇങ്ങനെ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് നഖം ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോഴും അബി അതിനൊരു വില കൊടുക്കില്ല. കാരണം അബിക്ക് അങ്ങനെ മഹിമയ്ക്ക് മുന്നിൽ തോൽക്കാൻ തയ്യാറല്ല. താൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യം ഒരിക്കലും പുറത്ത് കൊണ്ടുവരാനും തയ്യാറല്ല. എന്നാൽ വിപിനെ കിടുകിടാ വിറക്കൽ തുടങ്ങി കേട്ടോ. പിന്നീട് ആ കട്ടിംഗ് പ്ലെയറോട് കൊണ്ട് അബിയുടെ നഖത്തിലങ്ങ് പിടിച്ച് വലിക്കുന്നതിനോടുകൂടി അബി അലറുകയാണ് കേട്ടോ. അബി പിന്നീട് പറയുന്നത്, എന്തിനാണ് നീ എന്നെ ദ്രോഹിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നിൻ്റെ അച്ഛനെ കൊന്നത് പീതാംബരൻ്റെ അറിവോടുകൂടിയാണ്. അപ്പോൾ പീതാംബരൻ മരിക്കേണ്ടത് ആർക്കാണ് ആവശ്യം, ഗോപാലനെ. ആ ഗോപാലനായിരിക്കും പീതാംബരനെ കൊന്നിട്ടുണ്ടാവും. അല്ലാതെ കണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അത് നീ പറഞ്ഞത് സത്യമാണ്. പീതാംബരനെ കൊല്ലേണ്ടത് ഗോപാലിന് തന്നെയാണ് ആവശ്യം. പക്ഷേ എൻ്റെ സർജിക്കൽ നൈഫ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ ആരായിരിക്കും, നീ പറയടാ. എൻ്റെ സർജിക്കൽ നൈഫ് എൻ്റെ ബാഗിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോളേജിൽ വെച്ച് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ച്, ഈ 2 സ്ഥലത്താണ് എൻ്റെ ദേഹത്ത് നിന്നും ഞാനത് ഒഴിവാക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, നിൻ്റെ വിരലടയാളം, നീ ഇതിൽ കയ്യൊപ്പുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം, നീ അത് എടുത്തിട്ടുണ്ട് എന്നല്ല അർത്ഥം. നീ ഒരു പക്ഷേ ഗോപാലിനെ സഹായിക്കാൻ എൻ്റെ സർജിക്കൽ നൈഫ് എടുത്തു കൊടുത്തിട്ടുണ്ടാവുമെങ്കിലോ, നിനക്കും ഞാൻ ശത്രുവാണ്, ഗോപാലനും ഞാൻ ശത്രുവാണ്. അപ്പം അങ്ങനെയാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്തുത്തരം പറയണമെന്നറിയാതെ അബിങ്ങനെ ബബ്ബ അടിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജു ആണെങ്കിലോ, ഇവളെ കൊണ്ട് തോറ്റുപോയല്ലേ ഈശ്വര, ഇവൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഈ നാട്ടിലുള്ളവർക്ക് ഉണ്ടാക്കുക. അവളുടെ പേരിൽ ഓരോ കേസുകളായി കൂടി വരികയാണല്ലോ. ഇത് മുകുന്ദനോട് പറയണമെന്ന് കരുതി മുകുന്ദനെ കാണാൻ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകുന്ദനോട് മഞ്ജു ചെന്നിട്ട് പറയാണ്, ഇപ്പോൾ മഹിമ കളിക്കുന്നത് തീക്കളിയാണ്, പലവരുടെയും വെറുപ്പ് സമ്പാദിക്കാനാണ് മഹിമ ഒരുങ്ങുന്നത്, അത് ആപത്താണ്, അത് പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ നിരപരാധിത്വം തെളിയിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും അവൾക്ക് ജയിൽ ചാടിയതിനുള്ള ശിക്ഷ കിട്ടും. ആ ശിക്ഷ ഇല്ലാതാക്കാൻ അവളുടെ നിരപരാധിത്വത്തിലൂടെ കഴിയുമെങ്കിലോ മഞ്ജു എന്ന് പറയുമ്പോൾ, മുകുന്ദ നിനക്ക് എന്താ പറ്റിയത്, നീ ഒരു ജഡ്ജാവാൻ പോകുന്ന ആളാണ്, നീയാണ് അവൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയായി പോകുന്നത് എന്നൊക്കെ മുകുന്ദനോട് പറയുമെങ്കിലും കൂടി മുകുന്ദൻ ആ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല കേട്ടോ.